വെൽക്കം ടു കോമ്പസ് അക്കാഡമി. ടോബി ശരത് തോംസൺ ഹിയർ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്രദമാകുന്നതും മുന്നോട്ട് നിങ്ങൾക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുമാണ്. നമ്മുടെ മുന്നിലേക്ക് SBIPO വേക്കൻസി വന്നു. അത് കഴിഞ്ഞ് IPSPO നോട്ടിഫിക്കേഷൻ വന്നു. SBIPOയുടെ എനിക്ക് തോന്നുന്നു 14-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് തോന്നുന്നു. IPSPOയ്ക്ക് 21-ാം തീയതി വരെ സമയമുണ്ട് എന്ന് തോന്നുന്നു. എന്നാൽ SBIPO അപ്ലൈ ചെയ്യുന്ന പോലെ അല്ല നിങ്ങൾ IPSPO അപ്ലൈ ചെയ്യേണ്ടത്. അതിൽ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അതെന്താണെന്നുള്ളതാണ് പല കുട്ടികൾക്കും അതാണ് പ്രശ്നം. ഇതൊന്നും അറിയാതെ പല കുട്ടികളും ഇത് അപ്ലൈ ചെയ്യുന്നത് മൂലം അവർക്കുണ്ടാകുന്ന പിന്നീടുള്ള നഷ്ടം എന്താണെന്ന് അവർക്ക് ജോയിൻ ചെയ്യുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ. സോ അത് നിങ്ങൾക്കുണ്ടാകാതിരിക്കാനുള്ള വീഡിയോയാണിത്. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണിത്. നിങ്ങൾ ഓരോ പ്രാവശ്യവും IPSPO അപ്ലൈ ചെയ്യുമ്പോൾ, IPS ക്ലർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണെന്ന് ഓർക്കുക. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. IPSPO 2026-27 നിങ്ങൾ എങ്ങനെയാണ് ബാങ്കിൻ്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കുക. സോ അതിലേക്ക് കുറേ കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് പ്രയോറിറ്റി സെറ്റ് ചെയ്യേണ്ടതെന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിന് പുറകിൽ ചില കാരണങ്ങളുമുണ്ട്, വെറുതെ അല്ല പറയുന്നത്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് IPSPO 2026-27 ബാങ്ക് പ്രയോറിറ്റി ലിസ്റ്റ് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, SBI ഒറ്റ ബാങ്കേ ഉള്ളൂ. അത് പല ബാങ്കുകൾ മെർജ് ചെയ്തതാണ്. എന്നാൽ ഇപ്പോൾ അത് ഒറ്റ ബാങ്കുകളായിട്ടാണ് നിൽക്കുക. പണ്ട് SPT വരെ നമുക്ക് കേരളത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ SBI എന്നുള്ള ഒറ്റ ബാങ്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ വലിയ പ്രയാസങ്ങളില്ല. നിങ്ങൾക്ക് SBIPO ആകുമ്പോൾ ഓൾ ഇന്ത്യയാണ് വേക്കൻസി. സോ അപ്ലൈ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ IBPS ഇറ്റ് കംപ്രൈസ് ഓഫ് 11 ബാങ്ക്സ്. 11 ബാങ്കുകൾ പബ്ലിക് സെക്ടർ ബാങ്കുകൾ ചേർന്നാണ് IPS. സോ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ബാങ്കിലും നിങ്ങൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യണം. അതായത് ഏത് ബാങ്കാണ് നിങ്ങൾ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, നിങ്ങൾ പ്രയോറിറ്റി അപ് ടു 11 വരെ നിങ്ങൾ കൊടുക്കണം. 11 ബാങ്ക് വരെ നിങ്ങൾ കൊടുക്കണം. പല കുട്ടികളും അറിവില്ലായ്മ കൊണ്ട് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെടുന്നുണ്ട്. അവരുടെ അപ്പോയിൻമെൻറ്റ് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അവർക്ക് കിട്ടിയ ബാങ്കുകൾ നല്ലതായിരുന്നോ മോശമായിരുന്നോ. എല്ലാ ബാങ്കുകളും ഗവൺമെൻറ് ബാങ്കാണ്. എന്നാൽ ഓർക്കുക, ഈ ബാങ്കുകളിൽ തന്നെ നല്ലതുമുണ്ട്, മോശം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ ഭാവി ജീവിതം അപകടത്തിലാക്കുന്ന തീരുമാനങ്ങളായിരിക്കും നിങ്ങളിതുപോലെ എടുക്കുന്നത്. അപ്പോൾ ആ പ്രയോറിറ്റി ലിസ്റ്റ് എങ്ങനെയാണ് ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുന്നത്? ഇത് എപ്പോൾ വേണേലും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത വർഷം ചെയ്യുമ്പോഴും ഇതേ രീതി തന്നെ നോക്കിയാൽ മതി. അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് ഈ പ്രാവശ്യം നമ്മുടെ വേക്കൻസിയിലേക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ IPSPOയുടെ വേക്കൻസി ലിസ്റ്റ്. നിങ്ങൾ ഓൾറെഡി നമ്മുടെ PO നോട്ടിഫിക്കേഷനകത്ത് കണ്ടു. എല്ലാം ടോട്ടൽ വേക്കൻസി ടോട്ടൽ 5208 ഉണ്ട്. ഓരോ ബാങ്കിൻ്റെ വേക്കൻസി നിങ്ങൾക്ക് അതിനകത്ത് കാണാം. സെഷൻ വൈസ്, അതായത് കാറ്റഗറി വൈസ് ഉള്ളത് നിങ്ങൾക്ക് ഇവിടെയും കാണാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ നോട്ടിഫിക്കേഷനകത്ത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ഓർഡറിൽ ഒരിക്കലും നിങ്ങൾ ബാങ്ക് പ്രിഫറൻസ് കൊടുക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റെന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കാറ്റഗറി ആണെന്ന് നോക്കും. ഇപ്പോൾ അൺറിസർവ്ഡ്, ജനറൽ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഏതാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചാണ് നിങ്ങൾ പോകുന്നത്. ആദ്യം വേക്കൻസി ഉള്ളത് നോക്കും. ഞാൻ പറയാം, ഇത് വെച്ചിട്ട് ഒരു കുട്ടി എങ്ങനെയാണ് ചെയ്യുന്നത്? ബാങ്ക് ഓഫ് ബറോഡ കൊടുക്കും, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കൊടുക്കും, കാനറ ബാങ്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അതിനെക്കാട്ടി വേക്കൻസി ഉള്ളത് ലാസ്റ്റിൽ നോട്ട് റിപ്പോർട്ടഡ് ഇതാണ് കൊടുക്കുന്ന ഒരു ഇത് വളരെ തെറ്റാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവി തകരാറിലാക്കും. ഈവൻ ഇഫ് യു ഗെറ്റ് എ ജോബ്, ഫ്യൂച്ചർ ഈസ് ഇൻ അൺസർട്ടനിറ്റി. അതാണ് ഇതിൻ്റെ പ്രശ്നം. നമുക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് ബാങ്കിലാണ് കിട്ടുന്നത്? നിങ്ങൾ ചോദിക്കുക, സാറേ എല്ലാം ഗവൺമെൻറ് ബാങ്ക് അല്ലേ? അങ്ങനെ ഗവൺമെൻറ് ബാങ്കാണ്, ഞങ്ങൾക്ക് ഒന്നും ആകില്ല, ഞങ്ങളുടെ ജോലിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പല ബാങ്കുകളും ഇന്ന് വിസ്മൃതിയിലാണ്. 2020 മുമ്പ് 27 ബാങ്ക് ഇവിടെ ഉണ്ടായിരുന്നു. 27 ബാങ്ക്. ഇന്ന് എത്ര ബാങ്കുണ്ട്? ഗവൺമെൻറ് ബാങ്ക് 11 ബാങ്കുകളേ ഉള്ളൂ. എന്താണ് സംഭവിച്ചത്? അതാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ ഇതിനകത്ത് ബാങ്കുകളെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. അത് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാവൂ. സോ ഇതിലേക്ക് വെളിച്ചം വീശുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. നമുക്ക് അതുകൂടെ നോക്കാം. സോ വേക്കൻസികളൊക്കെ നിങ്ങൾ കണ്ടു. ഇത് കൂടാം, നോട്ട് റിപ്പോർട്ടഡ് ഇനിയും വരും. ഈ പറഞ്ഞിരിക്കുന്ന വേക്കൻസി തന്നെ ഇപ്പോൾ കാനറ ബാങ്ക് 1000 വിളിച്ചു, നാളെ അവരത് കൂട്ടാം. സോ കുറയ്ക്കാം, എന്തും ചാൻസ് ഉണ്ട്. സോ നമുക്ക് അടുത്ത അതിലേക്ക് പോകാം.
ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ പ്രിഫറൻസ്. നമ്മൾ എങ്ങനെയായിരിക്കണം നിങ്ങളൊരു പ്രിഫറൻസ് കൊടുക്കേണ്ടത് ബാങ്കിന്? എന്തൊക്കെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ്? അതിൻ്റെ ഫസ്റ്റ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എപ്പോഴും ഒരു ബാങ്കിലേക്ക് നോക്കുമ്പോൾ 2 ടൈപ്പ് ബാങ്ക് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്കറിയില്ല, എന്നാൽ നിങ്ങൾ ഓർത്തോളുക. ദർ ഈസ് 2 ടൈപ്പ് ഓഫ് ബാങ്ക്. നിങ്ങൾ കണ്ട 11 ബാങ്കുകളിൽ 2 ടൈപ്പ് ഉണ്ട്. ആങ്കർ ബാങ്ക് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ബാങ്ക് എന്ന് പറയും. ഞാൻ ആങ്കർ ബാങ്കിനെ മെയിൻ ബാങ്ക് എന്ന് വിളിച്ചോട്ടെ. ഇവരെ സ്മോൾ ബാങ്ക്, ഇവർ സ്മോൾ അല്ല കേട്ടോ, ഞാനിപ്പോഴത്തെ തൽക്കാലിക, ബട്ട് നിങ്ങളവരെ ഇൻഡിപെൻഡൻറ്റ് ബാങ്ക് എന്ന് വിളിക്കുക. ഇല്ലെങ്കിൽ ഇവരെ മെർജർ ബാങ്ക് എന്ന് വിളിക്കുക. ആങ്കർ ബാങ്ക് ഇല്ലെങ്കിൽ മെർജർ ബാങ്ക്. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങളുടെ 11 എണ്ണത്തിൽ 5 എണ്ണം മെർജർ ബാങ്ക് ഇല്ലേ ആങ്കർ ബാങ്കാണ്. എന്നാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, SBI വേറെ കേട്ടോ. SBI എപ്പോഴും നമ്പർ 1 ആണ്, അവരും ഒരു ആങ്കർ ബാങ്കാണ്. അതുകൂടാതെ 5 ബാങ്കും കൂടെ ഉണ്ട് അതിനകത്ത്. ഫസ്റ്റ് വൺ ഈസ് കാനറ ബാങ്ക്. നിങ്ങൾക്കറിയാം 2020 മുമ്പേ 2016 ഒക്കെ നരേന്ദ്രമോദി സർക്കാർ കയറിയ പിന്നെ ബാങ്കുകൾ, നഷ്ടത്തിലായ ബാങ്കുകളെല്ലാം വേറെ ബാങ്കുകളുമായി മെർജ് ചെയ്തു. നഷ്ടത്തിലായത് ലാഭത്തിലായതുമായിട്ട് മെർജ് ചെയ്തു, ഓർക്കുക. സോ അങ്ങനെയുള്ള മെർജിങ് നടന്നു 2020 വരെ. അതാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. നോക്കിയേ, കാനറ ബാങ്ക് സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിൽ ലയിപ്പിച്ചു. കാനറ ബാങ്കിനൊന്നും സംഭവിച്ചില്ല. സിൻഡിക്കേറ്റ് ബാങ്ക് ഇല്ലാതായി, കാനറ ബാങ്കിൽ ലയിപ്പിച്ചു 2020. സോ ആരായി ആങ്കർ ബാങ്ക്? കാനറ ബാങ്ക്. അവിടെ സിൻഡിക്കേറ്റ് അല്ല, മെർജർ ബാങ്ക് കാനറ ബാങ്കാണ്. സിൻഡിക്കേറ്റ് കാനറയിലേക്ക് ലയിപ്പിച്ച. ദെൻ രണ്ടാമത് വന്നു വിജയ ആൻഡ് ദേന ബാങ്ക്. 2019 വിജയ ബാങ്കും ദേന ബാങ്ക്, അങ്ങനെ 2-3 ബാങ്ക് ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊന്നും അത് അറിയില്ല അതിനകത്ത്. സോ അത് ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് ലയിപ്പിച്ചു. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ ഒരു ആങ്കർ ബാങ്കായി. ഞാൻ ഇന്ത്യൻ ബാങ്കിലേക്ക് അലഹബാദ് ബാങ്കിനെ ലയിപ്പിച്ചു. അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലേക്ക് 2020 ലയിപ്പിച്ചു. പഞ്ചാബ് നാഷണൽ ബാങ്ക് PNB, ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ UBI, ഈ 2 ബാങ്കുകളുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് 2020 ലയിപ്പിച്ചു. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് 2 ബാങ്കുകൾ ലയിപ്പിച്ചു. ആന്ധ്ര ബാങ്ക് എന്നൊരു ബാങ്ക് ഉണ്ടായിരുന്നു, കോർപ്പറേഷൻ ബാങ്ക് എന്നൊരു ബാങ്ക് ഉണ്ടായിരുന്നു. ഇത് 2ഉം നഷ്ടത്തിലായിരുന്നു. ഇതിലേക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഇവരെ ലയിപ്പിച്ചു 2020. ഇതാണ് മൊത്തം മെർജിങ്ങിൻ്റെ കഥ. സോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾക്ക് ജോലി ഇവിടെ കിട്ടിയാൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും, നിങ്ങളുടെ ഭാവി സുരക്ഷിതരായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരെയാണ് മേജർ ബാങ്ക്സിലെ ആങ്കർ ബാങ്ക്സ് എന്ന് പറയുന്നത്. സോ എപ്പോഴും നമ്മൾ പ്രിഫറൻസ് ഇവർക്കാണ് കൊടുക്കുന്നത്. അതൊക്കെ ഞാൻ പറയാം അതിനകത്ത്. അപ്പോൾ ഇവരാണ് ആങ്കർ ബാങ്ക്സ് എന്ന് നിങ്ങൾ ഓർത്തോളുക. അപ്പോൾ നമ്മൾ ആങ്കർ ബാങ്ക് കണ്ടു, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 5 പേര് ആങ്കർ ബാങ്കാണ്. അതിന് തന്നെ ടൈപ്പ് ഓഫ് ബാങ്ക് നമ്മൾ ആങ്കർ ബാങ്ക് കണ്ടു. ഇനി ഓറല്ല കേട്ടോ, ആൻഡാണ്. ആങ്കർ ബാങ്ക് ഓർ ഇൻഡിപെൻഡൻറ്റ് ബാങ്ക് ആണോ എന്ന് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 ടൈപ്പ് ആങ്കർ ബാങ്കും ഇൻഡിപെൻഡൻറ്റ് ബാങ്കും. നമ്മൾ ആങ്കർ ബാങ്ക്സിനെ കണ്ടു. ഇനിയുള്ള 6 പേർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിലകൊള്ളുന്നു, മെർജറിലൊന്നും പങ്കെടുക്കാതെ അവർ നിലകൊള്ളുന്നു. എന്നാൽ അവരെ ഞാൻ ഒന്നും കൂടെ വിളിക്കും ബാങ്ക്സ് ഓഫ് അൺസർട്ടനിറ്റി എന്ന്. നിങ്ങളുടെ സൗകര്യത്തിനായിട്ടാണ് ഞാൻ വിളിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. സോ ഇവരെ വിളിക്കുന്ന ഇൻഡിപെൻഡൻറ്റ് ബാങ്ക്സ് എന്നാണ്. ഇവർ ഇതുവരെയും മെർജ് ആയിട്ടില്ല, എന്നാൽ ഭാവിയിൽ ഇവർക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും കാനറ ബാങ്കിനെ ഒരിക്കലും ഇവരിലേക്ക് കൊണ്ട് ലയിപ്പിക്കില്ല. നാളെ ഒരു ലയനം സംഭവിച്ചാൽ, നിർമ്മല സീതാരാമൻ വീണ്ടും വാളെടുത്താൽ ഇവരിൽ ഒരാളുടെ തല വീഴും. ആ തല വീഴുന്നത് ആരുമായിട്ടെങ്കിലും ആയിരിക്കും ചേർക്കുന്നത്. കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ആ ആങ്കർ ബാങ്കിൻ്റെ കൂടെ ഇവരെ ചേർക്കാം. അങ്ങനെയുള്ള 6 ബാങ്കുകളൂടെ ഉണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ആൻഡ് പഞ്ചാബ് ആൻഡ് സിന്ധു ബാങ്ക്. ഇവരെയൊക്കെയും നിങ്ങൾക്ക് ആ വേക്കൻസി ലിസ്റ്റിൽ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും 2 തരത്തിൽ ബാങ്ക് ഉണ്ട്. ഈ ബാങ്കുകളിൽ ജോലി കിട്ടിയാൽ വേക്കൻസി കൂടുതൽ കാണും. ജോലി കിട്ടിയാൽ കിട്ടരുത് മോശമൊന്നും സംഭവിക്കുന്നില്ല. എന്താ സംഭവിക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവർക്ക് ജോലി കിട്ടിയാൽ നാളെ നിങ്ങളുടെ ജോലി ഇവർ മെർജ് ചെയ്താൽ നിങ്ങൾ വേറൊരു ബാങ്കിലേക്ക് പോകേണ്ടി വരും. പ്രായമുള്ളവരാണെങ്കിൽ അവരെ കൊണ്ട് നിർബന്ധിതമായും VRS എടുപ്പിക്കും. കാരണം ഇത്ര എംപ്ലോയീസിനെ ആവശ്യമില്ല ഒരിക്കലും. സോ രണ്ടാമത് നിങ്ങൾക്കൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മെർജ് ചെയ്തൊരു വീട്ടിൽ ചെന്ന് കയറും, ഒരു ബാങ്കിൽ ചെന്ന് കയറുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അഭയാർത്ഥിയായി ആ ബാങ്കിൽ കയറുക. അവിടെ നിങ്ങളെപ്പോഴും 2ാം തരക്കാരുകൾ. SBI SBT ലയിപ്പിച്ചു, SBIയിലേക്ക് ലയിപ്പിച്ചു. ഇപ്പോഴും അവിടെ ഒരു വേർതിരിവുണ്ട് SBTയും SBIയിലെ ആൾക്കാരും തമ്മിൽ. SBIയിലെ ആൾക്കാർക്ക് എപ്പോഴും അവരൊരു വലിയ ആൾക്കാരാണെന്നൊരിതുണ്ട്. അപ്പോൾ വലിഞ്ഞു കയറി വരുന്ന ആൾക്കാരെന്നുള്ളൊരു
ഇത് ഒത്തിരി പേര് പരാതി പറഞ്ഞിട്ടുണ്ട്. SBT എംപ്ലോയീസിനോട് അവരെപ്പോഴും കാണിക്കാറുണ്ട്. ഇപ്പോഴും അവരുടെ ഇടയിൽ വിവേചനം നിലനിൽപ്പുണ്ട്. 2017 SBI, ഭാരതീയ മഹിളാ ബാങ്കും 5 വേറെ അവരുടെ ബാങ്കും ഇൻക്ലൂഡിങ് SBTയും കൂടെ ലയിപ്പിച്ചാണ്. അവിടെ നിന്നാണ് ലയനം തുടങ്ങുന്നത്. ലയിപ്പിച്ചതാണ്. അങ്ങനെയാണ് SBI ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായി മാറിയത്. പക്ഷേ അപ്പോഴും ഈ കടന്നു വരുന്ന എംപ്ലോയീസിൻ്റെ അടുത്ത് അവർക്കൊരു വിവേചനം എപ്പോഴും കാണും. SBI പണ്ട് തൊട്ട് ഞങ്ങൾ SBI ആയിരുന്നവർ, അതുപോലെയാകും സംഭവം. അപ്പം നിങ്ങൾ കഷ്ടപ്പെട്ട് ജോലി മേടിക്കുന്നത് നാളെ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ വേറൊരു ബാങ്കിലേക്ക് പോകുമ്പോഴും നിങ്ങളുടെ ഭാവി അൺസർട്ടനിറ്റി ആയിരിക്കും. ജോലിയും കാര്യങ്ങളൊന്നും പോകത്തില്ല, അതിനുള്ള കോമ്പൻസേഷൻ കാര്യം തരും. ഒത്തിരി പേരെ VRS എടുപ്പിച്ചു, ഒത്തിരി പേര്. കാരണം പുതിയ ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട് എത്ര എംപ്ലോയീസിനെ ആവശ്യമില്ലാതാവുമ്പോൾ VRSും കാര്യങ്ങളൊക്കെ എടുപ്പിക്കും. സോ അതുകൊണ്ടാണ് ഞാനിതിനെ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞത്. സോ മക്കളെ, ഒരു ഫാക്ടർ എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ അപ്ലൈ ചെയ്ത് വെക്കുന്നത്, നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നത് ആങ്കർ ബാങ്ക് ആണോ അതോ ഇൻഡിപെൻഡൻറ്റ് ബാങ്ക് ആണോ, ബാങ്ക് ഓഫ് അൺസർട്ടനിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് അടുത്ത ഫാക്ടറിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഫാക്ടർ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ആങ്കർ ബാങ്ക് ആണോ ഇൻഡിപെൻഡൻറ്റ് ബാങ്ക് ആണോ നോക്കുന്നു. രണ്ടാമത് നമ്മൾ നോക്കുന്നത്, ഇതൊക്കെ ആങ്കർ ബാങ്ക് ആണെങ്കിലും ഇൻഡിപെൻഡൻറ്റ് ബാങ്ക് ആണെങ്കിലും ഇവർക്കൊരു റാങ്കുണ്ട്. അതായത് ഇവരുടെ വലിപ്പം അനുസരിച്ചാണ് റാങ്ക് പോകുന്നത്. ഏറ്റവും വലിപ്പമുള്ള ബാങ്ക് SBI തന്നെയാണ്. സോ SBI ആയിരിക്കും നമ്പർ 1. ഞാൻ അതിൻ്റെ ഇതൊക്കെ വിശദമായിട്ട് കാണിക്കാം. രണ്ടാമത്തെ നിങ്ങൾ കരുതുന്ന പോലെ കാനറ ബാങ്ക് അല്ല, ഇറ്റ് ഈസ് പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ഏറ്റവും വലുത്. രണ്ടാമത്തെ റാങ്ക് കിട്ടുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിനാണ്. പിന്നെ വരുന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ്. നമ്മൾ വിശദമായിട്ട് കാണും, ഓരോ ഇതും നമുക്ക് കാണും. സോ നമ്മളോർക്കും 5ാമത്തെ റാങ്ക് ഇങ്ങനെ പോയാൽ ഇന്ത്യൻ ബാങ്കിന് കിട്ടുമെന്ന്. 6ാമത്തെ റാങ്ക് ഒരിക്കലും ഇന്ത്യൻ ബാങ്കിനല്ല. അത് നമുക്ക് വരുമ്പോൾ കാണാം. ഇത് ഇവരുടെ വലിപ്പം അനുസരിച്ചാണ്. പിന്നെ ഇത് വെച്ചിട്ടാണ് ഇവരുടെ റാങ്കും ഇവരുടെ ഗവൺമെൻറ് ഷെയറും ഒക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ അതും കൂടെ നോക്കണം. നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ബാങ്കിൻ്റെ റാങ്ക് എന്താണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ റാങ്ക് ഞാൻ വിശദമായിട്ട് എഴുതി കാണിക്കാം. ഓരോന്നിൻ്റെയും കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കാണുന്നു, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ബാങ്ക് ആങ്കർ ബാങ്ക് ആണോ ഇൻഡിപെൻഡൻറ്റ് ബാങ്ക് ആണോ. 2, അതിൻ്റെ റാങ്ക് എന്താ. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. 3, നമ്മൾ നോക്കേണ്ടത് എപ്പോഴും ഇവിടെയാണ് പ്രശ്നം പറ്റുന്നത്. PO എന്ന് പറയുന്നത് നിങ്ങൾ കരുതുന്ന പോലെ ഇറ്റ് ഈസ് ഓൾ ഇന്ത്യ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സ്റ്റേറ്റിലെയും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ ഓർക്കുക, അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണേലും പോസ്റ്റിംഗ് കിട്ടും. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതൊക്കെ അനുസരിച്ച് അവരവരുടെ സ്റ്റേറ്റിൽ തന്നെ കൊടുക്കാനായിട്ടാണ് നോക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ബാങ്ക് റാങ്ക് ബെസ്റ്റായിരിക്കും. പക്ഷേ ഇവിടെ കേരളത്തിൽ ബ്രാഞ്ച് കുറവാണെങ്കിലോ അവിടെയാണ് നിങ്ങൾക്ക് പറ്റുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വേക്കൻസി ഓൾറെഡി ഫില്ലാണെങ്കിൽ അവർ വെളിയിലേക്ക് വിടും. എന്നാൽ നിങ്ങളുടെ ഇവിടെ ഇച്ചിരി റാങ്ക് കുറവായ ബാങ്ക് തന്നെ ബ്രാഞ്ചസ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടാനുള്ള ചാൻസ് കൂടും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇന്ത്യൻ ബാങ്ക് ഉദാഹരണം എടുക്കാം. ഇന്ത്യൻ ബാങ്ക് ചെന്നൈയാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടർ. അപ്പോൾ സ്വാഭാവികമായും ബ്രാഞ്ചസ് കൂടുതൽ ചെന്നൈയിലായിരിക്കും, തമിഴ്നാട്ടിലായിരിക്കും. അപ്പോൾ തമിഴ്നാട്ടിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് അത് നല്ലൊരു ഇതിലായിരിക്കും. ഇനി ഇവിടെ അപ്ലൈ ചെയ്ത് കിട്ടിയാൽ തന്നെ നിങ്ങളെ തമിഴ്നാട്ടിലേക്കായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇന്ത്യൻ ബാങ്കിന് ആകെ 150 ബ്രാഞ്ചസ് മാത്രമേ കേരളത്തിലുള്ളൂ. മനസ്സിലായി. അപ്പോൾ ഇവിടുത്തെ ഓൾറെഡി വേക്കൻസികളൊക്കെ ആദ്യത്തെ റാങ്കുകാരെ കൊണ്ട് ഫില്ല് ചെയ്ത് അത് പ്രയോറിറ്റി വെച്ചവരെ കൊണ്ട് വെച്ചിട്ട് ബാക്കിയൊക്കെ നിങ്ങൾക്ക് തമിഴ്നാടോ അങ്ങനെ വേറെ സ്റ്റേറ്റുകളിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് തന്നെ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതും കൂടെ നോക്കണം. സോ റാങ്ക് നോക്കുക. 2, ആദ്യം ആങ്കർ ബാങ്ക് ആണോ നോക്കുക, അതിൻ്റെ റാങ്ക് നോക്കുക. 3, നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻ അവർ സ്റ്റേറ്റ്. ഇത് പലരും പറഞ്ഞു തരത്തില്ല. ഇത് നമുക്ക് ഓരോ ബാങ്കിനും അതിന് ഇന്ന സ്റ്റേറ്റിനോടൊരു സ്നേഹം കാണും. ഇപ്പോൾ ഉദാഹരണം, നിങ്ങൾ കഴിഞ്ഞ ദിവസം ബാങ്ക് ഓഫ് ബറോഡ ലോക്കൽ ബേസ് ഓഫീസർ വന്നു, LBO വിളിച്ചു. അതിൽ കേരളത്തിൽ വേക്കൻസി എക്സ്പീരിയൻസ് വേണം. ഇപ്പോൾ എല്ലാവരും അങ്ങനെ അതിലേക്ക് മാറിയിരിക്കുകയാണ്. കേരളത്തിലെ വേക്കൻസി 50, എന്നാൽ ഗുജറാത്തിൽ അതിന് 1160 സംതിങ് ഉണ്ട്. എന്താ വ്യത്യാസം? ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഡ് ഈസ് ഇൻ ഗുജറാത്ത്. അപ്പോൾ അങ്ങോട്ടുള്ള നമുക്ക് നിർഭാഗ്യവശാൽ കേരളത്തിൽ ഒരു ബാങ്കിനും ഹെഡ്ക്വാർട്ടർ ഇല്ല, ഗവൺമെൻറ് ബാങ്കിനൊന്നും ഹെഡ്ക്വാർട്ടർ ഇല്ല. അപ്പോൾ ഇവിടെ കൂടുതൽ ഇത് വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ നമ്മൾക്ക് 1-2 ബാങ്കുകൾ ഇവിടെ ബ്രാഞ്ചസ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം, അവിടെ പ്രയോറിറ്റി വെച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാലും ചിലപ്പോൾ ഇവിടെ കേരളം തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ചിലർക്ക് പിന്നെ വെളിയിൽ പോയി വർക്ക് ചെയ്യാനാണ് ഇഷ്ടം, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. സോ ഇതും കൂടെ കൺസിഡർ ചെയ്യുക.
അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പല കുട്ടികളുടെ ഇതെന്ന് വെച്ചാൽ അയ്യോ കേരളമൊക്കെ കിട്ടും, ഓൾ ഇന്ത്യ അല്ലേ PO എന്ന് നോക്കും. നമുക്ക് കേരളം തന്നെ കിട്ടും. നിങ്ങൾ സൂക്ഷിച്ച് നോക്കി സൂക്ഷിച്ച് അതിനായിട്ട് അപ്ലൈ ചെയ്താൽ, ആ ബാങ്ക് തന്നെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ല റാങ്ക് ആണെങ്കിൽ, ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾക്ക് നല്ല റാങ്ക് ആണെങ്കിൽ, നിങ്ങളുടെ പ്രയോറിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നിങ്ങൾക്ക് നല്ല റാങ്ക് ആണ്, നിങ്ങൾ പ്രയോറിറ്റി വെച്ചത് തന്നെ കിട്ടും. കേരള എൻട്രൻസ് പോലെ തന്നെ നിങ്ങൾക്ക് ഉദ്ദേശിച്ച കോളേജ് തന്നെ കിട്ടും. എന്നാൽ അതുപോലെ തന്നെയാണ് ഇവിടെ. നിങ്ങൾക്ക് നല്ല മാർക്കും നല്ല റാങ്കും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ബാങ്കാണോ പ്രയോറിറ്റി വെച്ചത് അത് തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ റാങ്ക് താഴോട്ട് പോകും തോറും നിങ്ങളുടെ പ്രയോറിറ്റി കുറഞ്ഞു വന്ന് അവർ പറയുന്ന ബാങ്കിലേക്ക് നിങ്ങൾ പോകണം. അതുകൊണ്ടാണ് പലർക്കും അബദ്ധം സംഭവിക്കുന്നതും. അങ്ങനെയും സംഭവിക്കും. എന്നാൽ പ്രയോറിറ്റി തെറ്റിച്ചു വെച്ചോ, നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല റാങ്ക് ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഇത് വെച്ചതുകൊണ്ട് അത് കിട്ടും. ആക്ച്വലി നിങ്ങൾ അബദ്ധത്തിൽ അതൊരു ആങ്കർ ബാങ്ക് അല്ല വെച്ചത്, ഇൻഡിപെൻഡൻറ്റ് ബാങ്ക് ആണെങ്കിൽ പിന്നെ നിങ്ങൾക്കത് ചേരാതിരിക്കാനും പറ്റത്തില്ല. അങ്ങനെ ഒരു ധർമ്മസങ്കടത്തിലേക്ക് നിങ്ങൾക്ക് ആയിപ്പോവും. ഇതൊന്നും മോശമെന്നല്ല ഞാൻ പറയുന്നത്, ഓർക്കുക, നിങ്ങളുടെ ജോലി ഒരിക്കലും പോയില്ല, അതെപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങളെ ഇത് ചെയ്യും. ബാക്കി എപ്പോഴും ഈ 11 ബാങ്കുകളിൽ ഒരു റാങ്കിങ് ഉണ്ടെന്ന് ഓർത്തോളുക. അല്ലാതെ എല്ലാ ബാങ്കുകളും സെയിം അല്ല മക്കളെ, ഗവൺമെൻറ് ബാങ്ക്സ് ആണ്, പക്ഷേ ഇവരുടെ ഇടയിൽ റാങ്കിങ്സ് ഉണ്ട്. ചില ബാങ്കുകൾ താഴ്ന്ന ബാങ്കുകളായിട്ടാണ് ബാക്കിയുള്ളവർ കാണുന്നത്. നിങ്ങളെ എന്തിനാണ് മെർജ് ചെയ്യിക്കുന്നത്? നിങ്ങൾ കൊള്ളാത്തത് കൊണ്ടല്ലേ നിങ്ങളെ മെർജ് ചെയ്യിക്കുന്നത്. എവിടേക്കാണ് മെർജ് ചെയ്യിക്കുന്നത്? നല്ല ആൾക്കാരുടെ അടുത്തേക്ക്. അപ്പോൾ അവർക്കൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കാണും. അത് എപ്പോഴും ഓർമ്മ വേണം. സോ നമ്മൾ ഈ 3 ഫാക്ടേഴ്സ് കണ്ടു. നമുക്കിനി ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കം കാണാം, എങ്ങനെയാണ് ഇതിലേക്ക് പോകുന്നത്. വേറൊരു ഫാക്ടറും കൂടി ഇവിടെ എങ്ങനെയാണ് ഈ റാങ്കിങ് വന്നതെന്നും കൂടെ നിങ്ങൾക്ക് കാണാം. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇത്ര നേരം നമ്മുടെ ഫാക്ടേഴ്സ് കണ്ടു, എന്തൊക്കെ ഫാക്ടേഴ്സാണ് നിങ്ങളെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതെന്ന് കണ്ടു. അതിനകത്ത് ഇനി നിങ്ങൾക്ക് ഇച്ചിരി കൂടി എളുപ്പമാകാൻ വേണ്ടി ഞാനൊരു ടേബിളിൻ്റെ ഹെൽപ്പോട് കൂടി ഇത് പറയുകയാണ്. എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇതിലേക്ക് നയിക്കുന്നത്, വേറൊരു ഫാക്ടറും കൂടി ഇതിനകത്ത് വരും. എങ്ങനെയാണ് ഇവർക്ക് റാങ്ക് കിട്ടുന്നതെന്ന് നോക്കുക. ഇത് ഇവരുടെ റാങ്കിങ് അല്ല കേട്ടോ, ഞാനിട്ടേക്കുന്ന പാർട്ടിസിപ്പേഷൻ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് അല്ല. ഇത് പ്രയോറിറ്റി ലിസ്റ്റ് ലാസ്റ്റിലിടും. നമ്മളിതെല്ലാം കഴിഞ്ഞിട്ടാണ് പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് ഓർക്കുക. ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ, ഇത് പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ് ആണ്. രണ്ടാമത് നിങ്ങൾക്ക് കാണാം ഗവൺമെൻറ് ഷെയർ ഹോൾഡിംഗ്. എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് എത്ര ശതമാനം ഇവരുടെ ഓഹരി കൈവച്ചിട്ടുണ്ട് എന്നാണ് ഇത് ചെയ്യുന്നത്. 3, റാങ്ക് അക്കോർഡിംഗ് ടു ദെയർ സൈസ്. ഞാൻ പറയില്ലയോ, ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഈസ് SBI, സെക്കൻഡ് ലാർജസ്റ്റ് ഈസ് ദിസ്. സോ അതുകൊണ്ടാണ് റാങ്ക് 1ൽ തുടങ്ങാത്തത്. 1 എപ്പോഴും SBI ആണ് അതിനകത്ത്. ലാസ്റ്റ് ഞാൻ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി, നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി ഞാൻ പലയിടത്തുനിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്തതാണ് ബ്രാഞ്ചസ് ഇൻ കേരള. പലർക്കും അറിയില്ല ഓരോ ബാങ്കിനും എത്ര ബ്രാഞ്ചസ് ഉണ്ട് എന്ന്. ഞാൻ അതും കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് റാങ്ക് മാത്രം നോക്കാൻ പറ്റില്ല. അതിനകത്ത് നമുക്ക് നോക്കാം ഇതിലെന്താണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നമെന്ന് നിങ്ങൾക്കറിയാമോ? പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗവൺമെൻറ് ഷെയർ ഹോൾഡിങ്ങിൽ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ നോക്കിയേ, ഞാൻ മുമ്പേ പറഞ്ഞ ബാങ്കുകളുടെ എല്ലാ ഷെയർ ഹോൾഡിങ് എത്രയാണെന്ന് നോക്കിയേ. SBIയുടെ എത്രയാണെന്ന് അറിയാം? 50 ഇഷ്ടമേ ഉള്ളൂ. 50 to 60 SBIയുടെ ഷെയർ ഹോൾഡിങ്. കാനറ ബാങ്ക് നോക്കാം, കാനറ ബാങ്കിൻ്റെ നോക്കുക. കാനറ ബാങ്ക് 60 to 93, അതായത് 63% ഉള്ളൂ അതിനകത്ത്. ദെൻ ബാങ്ക് ഓഫ് ബറോഡ 63, അതും 64 സംതിങ്ങേ ഉള്ളൂ. ദെൻ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ 74, 75 അടുത്ത് അതിനകത്ത്. ദെൻ ഇന്ത്യൻ ബാങ്ക് 73, പഞ്ചാബ് നാഷണൽ ബാങ്ക് 73, ബാങ്ക് ഓഫ് ഇന്ത്യ 73. താഴോട്ട് നിങ്ങൾ നോക്കിയേ, ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത്. അതായത് 75-ന് മുകളിലോട്ട് നിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഷെയർ ഹോൾഡിങ്സ് 75% മേളിൽ നിന്നാൽ എന്താ പ്രശ്നം? ഇവരേത് സമയവും ഇത് വിറ്റുകളെ, ഇവരേത് സമയവും ഇത് പ്രൈവറ്റൈസ് ചെയ്യും, ഇല്ലെങ്കിൽ ലയിപ്പിക്കും. മനസ്സിലായോ? കാരണം ഗവൺമെൻറ് അത്രയും സ്ട്രോങ് അല്ലേ, ഹോൾഡല്ലേ. അപ്പോൾ അവർക്ക് എന്തും തീരുമാനിക്കാം. ഈ കഴിഞ്ഞ പ്രാവശ്യം മെർജ് ചെയ്ത ബാങ്കുകളുടെ എല്ലാം അവസ്ഥ ഇതായിരുന്നു. ഗവൺമെൻറ് ഷെയർ ഹോൾഡിങ്സ് ഇഷ്ടം പോലെ ആയിരുന്നു. അപ്പോഴെന്താ, ഗവൺമെൻറ് ഈ ഷെയർ എല്ലാം വിറ്റുകളയും. ഷെയർ വിറ്റ് കളയുന്ന ഇത് മൊത്തം പബ്ലിക് മേടിക്കുമെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. പ്രൈവറ്റ് പാർട്ടീസിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇതെല്ലാം. സോ ഗവൺമെൻറ്റിൽ നിന്ന് അത്രയും വിറ്റ് പോവുകയാണ് എന്നർത്ഥം. ഇപ്പം തന്നെ പലരും പറയും SBIയിൽ ടാറ്റയുടെ ഇതുണ്ട് ഇതെന്നൊക്കെ പറയുന്നുണ്ട് അതിനാണ്. സോ അതേപോലെ അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഡേഞ്ചറാണ്.
ഇതൊക്കെ ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് റാങ്കിങ് ഏകദേശം മനസ്സിലാവും. ദെൻ റാങ്കിങ്, സോ ഇതാണ് അതിൻ്റെ അവസ്ഥ. ഇതിലിപ്പോൾ ഏറ്റവും അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഏതാ നോക്കി, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് 98% അതാണ്. നാളെ വിൽക്കണമെന്ന് തോന്നിയാൽ അതായിരിക്കും. അടുത്തത് 96, പിന്നെ 93, 91. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഭേദമാണ്, 80 വരെ വരുന്നുള്ളൂ. സോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ദെൻ റാങ്ക് അക്കോർഡിംഗ് ടു ദ സൈസ് ഞാൻ പറഞ്ഞു. ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് SBI ആണ്. രണ്ടാമത്തെ സ്ഥാനം അത് പഞ്ചാബ് നാഷണൽ ബാങ്കിനാണ്. 3 ബാങ്ക് ഓഫ് ബറോഡ, 4 കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ 5ആണ്. നിങ്ങൾ ഓർക്കുക, നമ്മുടെ മേജർ ബാങ്കിലുള്ള ഇന്ത്യൻ ബാങ്കിന് പക്ഷേ 7ാം സ്ഥാനമേ ഉള്ളൂ. 6ാം സ്ഥാനം അവിടെ കൊണ്ടുപോയത് ബാങ്ക് ഓഫ് ഇന്ത്യ. സോ ഇതൊരിക്കലും ഓർഡറല്ല. ഞാനത് ഓർഡർ ഇട്ടിട്ട് ഇവരെ ഇത്രയും പേരെ 5 പേരെ അങ്ങനെ കാണിച്ചത്. നീല കളറിൽ കാണിച്ചിരിക്കുന്നത് ഇറ്റ്സ് എ ഗുഡ് സൈൻ. യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കാം. യെല്ലോ അലർട്ട് ഓറഞ്ച് ആകാം, ഓറഞ്ച് റെഡ് ആകാം, അല്ലേ? അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. സോ തിരിച്ചും വാ. അപ്പോൾ നിങ്ങളൊരു തുലാസിലായിട്ടായിരിക്കും നിൽക്കുന്നത്, അത് കാണിക്കാനാണ്. പക്ഷേ നിങ്ങൾ നോക്കിയേ, 6ാം സ്ഥാനം ആര് കൊണ്ടുപോയി? ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുപോയി. വലുപ്പത്തിൽ ഇന്ത്യൻ ബാങ്കിനേക്കാൾ മികച്ചത് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ബാങ്ക് ചെന്നൈ ബേസ്ഡാണ് അതിനകത്ത്. സോ ഓർക്കുക, അങ്ങനെയും ഇതുണ്ട്. ആൻഡ് 8, 9, 10, 11 പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന് 12. ഇവരൊക്കെയും വലുപ്പത്തിലും കുറവാണ്. ഇനി നോക്കിയാൽ നിങ്ങൾ, സോ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 3, നിങ്ങൾ ബ്രാഞ്ചസ് ഇൻ കേരള. ഇത്രയും വലിയ ബാങ്കാണ്, സെക്കൻഡ് സ്ഥാനം ഉണ്ടെങ്കിലും പഞ്ചാബ് നാഷണൽ ബാങ്കിന് കേരളത്തിൽ 225 ബ്രാഞ്ചേ ഉള്ളൂ അതിനകത്ത്. എന്നാൽ നോക്കിയാൽ നിങ്ങൾ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ കേരളത്തിൽ നല്ല സ്ട്രോങ് ആണ്. ഈവൻ കാനറ ബാങ്കിനാണ് നമ്മളെപ്പോഴും നമ്പർ 1 പൊസിഷനിൽ കൊടുക്കുന്നത്. അതിനേക്കാൾ വേക്കൻസി ഉണ്ട്. കാനറ ബാങ്ക് 319 ആണ്. അതിനേക്കാൾ ബ്രാഞ്ചസ് കേരളത്തിലുണ്ട്. അപ്പോൾ കേരളം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ കാനറയും യൂണിയനും കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം കാനറയ്ക്ക് എപ്പോഴും നമ്പർ 1 പൊസിഷൻ ഉണ്ട്, അതങ്ങനെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ കാരണം വർക്ക് കൾച്ചറും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടും ഗ്രോത്തും ഒക്കെ നോക്കിയിട്ടാണ് റാങ്ക് കൊടുക്കുന്നത്. ഇത് സൈസിൻ്റെ റാങ്ക് കേട്ടോ, ഞാനീ പറയുന്നത് മൊത്തം ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് അങ്ങനെ. സോ അത് വെച്ചിട്ടുള്ള റാങ്കാണത്. ഇവർ ഓരോരുത്തരുടെ സൈസ് കുറഞ്ഞു വരുന്നു. മറ്റേ റാങ്ക് അങ്ങനെയല്ല, വർക്ക് കൾച്ചറും കാര്യങ്ങളും ഗ്രോത്തും ഒക്കെ വെച്ചിട്ടുള്ള റാങ്കാണ് അത്. SBI ആണ് അതിൽ നമ്പർ 1 അതിനകത്ത്. സോ നോക്കാം, ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് 260, ഇന്ത്യൻ ബാങ്കിന് പക്ഷേ 165 ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ ബാങ്കിൻ്റെ ബ്രാഞ്ചസ് എല്ലാം തമിഴ്നാട്ടിലായിരിക്കും കൂടുതൽ. അപ്പോൾ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയാലും പോസ്റ്റിംഗ് വരാനുള്ള ചാൻസ് തമിഴ്നാട്ടിൽ കൂടുതലായിരിക്കും. ദെൻ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് 105 ഉണ്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ പലർക്കും കിട്ടുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. കാരണം കേരളത്തിൽ വേക്കൻസികൾ കൂടുതൽ, ബ്രാഞ്ചസ് കൂടുതൽ സെൻട്രൽ ബാങ്കിനുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യയെക്കാട്ടി കൂടുതൽ വേക്കൻസികളുണ്ട്. ഇന്ത്യൻ ഓവർസീസും IOB അതുപോലെ കേരളത്തിൽ 195 ഉണ്ട്. യുക്കോ ബാങ്ക് 45, ഇവരെയൊക്കെ കുറവാണ്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 30. പക്ഷേ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ കേരളത്തിൽ തന്നെ കിട്ടാനുള്ള ചാൻസ് കിട്ടുന്നുണ്ട്. അത് ഓർക്കുക. കിട്ടുന്നവർക്കൊക്കെ ഇവിടെ തന്നെ കേരളത്തിൽ കിട്ടാനുള്ള ചാൻസ് 30 ഇതേ ഉള്ളൂ. പക്ഷേ അതിനുള്ള വേക്കൻസിയെ വരത്തുള്ളൂ അതിനാണ്. അതിൻ്റെ പഞ്ചാബ് ആൻഡ് സിന്ധിന് വെറും 4 ബ്രാഞ്ചസ് മാത്രമാണ് കേരളത്തിലുള്ളത്. അവിടെയൊക്കെ വേക്കൻസിയും വളരെ കുറവായിരിക്കും. കിട്ടിയാൽ തന്നെ ഒക്കെ ലാസ്റ്റ് റാങ്കിലേക്ക് വരുമ്പോഴാണ്. നിങ്ങളുടെ റാങ്ക് അത്ര മോശമാണെങ്കിൽ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിലേക്കൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും. ഗവൺമെൻറ് ഷെയർ ഹോൾഡിങ് റാങ്ക് അക്കോർഡിംഗ് ടു സൈസ്. ഞാൻ ഇപ്പോഴും പറയുന്നു, പ്രയോറിറ്റി ലിസ്റ്റ് അല്ല ഇത്. പ്രയോറിറ്റി ലിസ്റ്റ് അല്ല. എങ്ങനെയാണ് ഇപ്പോൾ ഒരു കേരളത്തിലെ ഒരാൾ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ബ്രാഞ്ചസ് ഇൻ കേരള ബ്രാഞ്ച്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഇപ്പം തന്നെ ഞാൻ അവരെ ഇത് ചെയ്തിട്ടുണ്ട്. 5 പേരെ മെയിൻ, 6 പേര് മെയിൻ അല്ലാത്തവർ. ദെൻ അവരുടെ റാങ്കും കാര്യങ്ങളും അവരുടെ ബ്രാഞ്ചസ്, ഇനി ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്യും നമ്മൾ. ഈ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇതൊക്കെ നമ്മൾ ഇത് ചെയ്തെടുത്ത ഇൻഫർമേഷൻസാണ്. സോ അത് വെച്ചിട്ടാണ്. കാരണം എന്താ പറയുക, നമ്മളൊരു കാര്യം പറയുമ്പോൾ ലോജിക്കില്ലാതെ പറയരുത്. അതുകൊണ്ട് ആ ലോജിക്കിന് വേണ്ടിയിട്ടാണ് നിങ്ങളിത് ആർക്കെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇതിങ്ങനെയാണ്, അല്ലാതെ വെറുതെ അല്ല ഒരു പ്രയോറിറ്റി ഒരാൾ പറയുന്നത്. ഈ ബാങ്ക് വെച്ചാൽ ഇതാണ് കുഴപ്പം, വെക്കുന്നതിന് കുഴപ്പമില്ല. അതിന് ചിലപ്പോൾ വേക്കൻസി കാണും. കാനറ ബാങ്കിനെക്കാട്ടിൽ വേക്കൻസി ചിലപ്പോൾ നിങ്ങൾക്ക് യുക്കോ ബാങ്കിൽ കിട്ടിക്കാണും. പക്ഷേ നാളെ നിങ്ങൾക്ക് യുക്കോ ബാങ്ക് കിട്ടിയാൽ നാളെ നിങ്ങളുടെ ജീവിതം എന്താകുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. എന്നാൽ കാനറ ബാങ്ക്
എപ്പോഴും നമ്മൾക്ക് സേഫ്റ്റി പ്രദാനം ചെയ്യുന്നു. ഈ 5 ബാങ്കുകൾ നമുക്ക് സേഫ്റ്റി പ്രദാനം ചെയ്യുന്നു. പിന്നെ നാളത്തെ കാര്യം ആർക്കും പ്രവചിക്കാൻ പറ്റില്ല, അതല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴുള്ള കണ്ടീഷൻ വെച്ചിട്ട് നിർമ്മലാ സീതാരാമൻ്റെ മനസ്സ് മാറിയില്ലെങ്കിൽ ഇവർ തന്നെയായിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം സെലക്ട് ചെയ്യേണ്ടത് മെയിൻ ബാങ്കിനെയാണ്, അതായത് ആങ്കർ ബാങ്ക്സിനെ സെലക്ട് ചെയ്യുക. സോ നിങ്ങളുടെ സെലക്ഷൻ എപ്പോഴും ആങ്കർ ബാങ്ക്സ് ആയിരിക്കണം. നിങ്ങൾക്ക് അവിടെ റാങ്കും അറിയാം ആൻഡ് ബ്രാഞ്ചസ് കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് കേരളമാണ് വേണ്ടതെന്ന് നോക്കുക അതിനകത്ത്. സോ അവരുടെ വേക്കൻസി അനുസരിച്ച് നിങ്ങൾ ഇത് ചെയ്തുകൊള്ളുക. നിങ്ങളുടെ റാങ്ക്, ബ്രാഞ്ചസ്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ കേരളമാണെങ്കിൽ ആദ്യം കാനറയാണ് റാങ്കിങ്ങിൽ ഫസ്റ്റ്. അതുകൊണ്ടാണ് കാനറയിൽ കിട്ടുന്നത് എപ്പോഴും ഒരു പ്രൈഡായിട്ട് തോന്നും. ദെൻ നമ്മുടെ യൂണിയൻ ബാങ്ക്, അങ്ങനെ അതിലേക്ക് പോകും. അവരുടെ വേക്കൻസി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണ്ട. കാരണം നിങ്ങൾ ഈ റാങ്ക് അനുസരിച്ച് കൊടുക്കാവൂ. നിങ്ങൾ ഒരിക്കലും വേക്കൻസി കഴിഞ്ഞിട്ട് നോട്ട് റിപ്പോർട്ടർ എടുക്കരുത്. കാരണം UBI ചിലപ്പം നോട്ട് റിപ്പോർട്ടഡ് ആയിരിക്കും, അത് നിങ്ങൾ കൺസിഡർ ചെയ്യണ്ട. കാരണം എന്താ പറയുക, റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി UBI ആയിരിക്കണം. ഇന്ത്യൻ ബാങ്കിന് മുമ്പേ UBI ആയിരിക്കണം. അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ദെൻ പഞ്ചാബ് നാഷണൽ ബാങ്കോ ബാങ്ക് ഓഫ് ബറോഡ കേരളത്തിൽ ഇതുള്ളത്, ദെൻ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ദെൻ ഇന്ത്യൻ ബാങ്ക്. ഇതായിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി. കാരണം ആ ഓർഡർ വരുന്നത് അങ്ങനെ നമ്മുടെ കേരളത്തിലെ ബ്രാഞ്ചസ്. എന്നാൽ തമിഴ്നാട്ടിൽ വരുമ്പോൾ ഇതാര് വരും? കാനറ കഴിഞ്ഞാൽ ഉടനെ ഇന്ത്യൻ ബാങ്ക് വരും. മനസ്സിലായോ? ഓരോ സ്റ്റേറ്റിലുമാണ് വ്യത്യാസം. നിങ്ങൾ കരുതരുത് ഓൾ ഇന്ത്യ എല്ലാവരും ഒരേപോലെയാണ്. അറിയാവുന്നവരൊരിക്കലും അങ്ങനെ വെക്കില്ല. നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ അല്ല ചെയ്യുന്നത്. ഇനി ഇങ്ങനെയൊക്കെ ചെയ്താലാണ് കാര്യം നടക്കുന്നത് എന്ന് ഓർക്കുക. ദെൻ ആങ്കർ ബാങ്ക്സിനെ നമ്മൾ എടുത്തു. അപ്പോൾ ആദ്യം വേക്കൻസി നോട്ട് റിപ്പോർട്ടർ അല്ല, നമ്മുടെ ഇതങ്ങനെയല്ല. വേക്കൻസി അത് കഴിഞ്ഞിട്ട് നോട്ട് റിപ്പോർട്ട് അല്ല, നമ്മളെപ്പോഴും റാങ്കും ബ്രാഞ്ചും നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇത് മറന്നോളുക. സോ വേക്കൻസി കഴിഞ്ഞിട്ട് നോട്ട് റിപ്പോർട്ടൊന്നും എടുക്കരുത്. നമ്മൾ പ്രിഫർ ചെയ്യുന്നത് റാങ്ക് ആൻഡ് ബ്രാഞ്ച്. അത് വെച്ചിട്ടാണ് ഞാൻ ഈ പ്രിഫർ ചെയ്തേക്കുന്നത്. 2 നിങ്ങൾക്ക് പിന്നെ ഇൻഡിപെൻഡൻറ്റ് ബാങ്ക്സ് എടുക്കാം. ഇൻഡിപെൻഡൻറ്റ് ബാങ്ക്സ് അവിടെ നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് റാങ്കാണ്. ബ്രാഞ്ചസ് അതൊരു വലിയ ഇതല്ല. അവിടെ നിങ്ങൾക്ക് വേക്കൻസി നോക്കി നോട്ട് റിപ്പോർട്ട്. ഇപ്പോൾ ഉദാഹരണം ബാങ്ക് ഓഫ് ഇന്ത്യ, നിങ്ങൾ ഇത് കഴിഞ്ഞാൽ ഉടനെ എടുക്കേണ്ടത് ബാങ്ക് ഓഫ് ഇന്ത്യ. കാരണം എന്താ പറയുക, നല്ല സ്ട്രോങ്ങാണ്. ശരിക്കും 6ാമത്തെ പബ്ലിക് സെക്ടർ ബാങ്കാണ്, ലാർജസ്റ്റ് ആണ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ കാരണം ഗവൺമെൻറ് ഷെയറും കുറവാണ്, 76 സംതിങ്ങേ ഉള്ളൂ അതിനകത്ത്. പിന്നെ വരുന്നത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ് അതിനകത്ത്. പിന്നെ നിങ്ങൾ റാങ്ക് അനുസരിച്ച് കൊടുത്താൽ മതി. ഈ അവസാനമായിട്ട് പഞ്ചാബ് ആൻഡ് സിന്ധു ബാങ്ക് വരുന്ന രീതിയിൽ കൊടുക്കുക അതിനകത്ത്. സോ ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ട് വേണം കൊടുക്കാൻ, അല്ല വെറുതെ ഇതിൽ. ഇപ്പം നിങ്ങളുടെ ആ ഒരു ചിന്താഗതി തന്നെ മാറിപ്പോയത് ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ഒരു ലോജിക്, ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വെറുതെ ഒരാൾ വന്നിട്ട് ഇന്ന പ്രയോറിറ്റി ഞാൻ വന്ന് പറഞ്ഞാൽ സാറേ അത് എന്താണെന്ന് ചോദിച്ചാൽ മറുപടിയില്ല. അതിന് പകരം ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ഓർക്കുക, കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തു വെക്കുക. ഒരിക്കലും വേക്കൻസി കഴിഞ്ഞിട്ട് നോട്ട് റിപ്പോർട്ടഡ് മണ്ടത്തരമാണത്. അതെപ്പോഴും ഓർത്തുകൊള്ളുക. ആ വേക്കൻസി നോട്ട് റിപ്പോർട്ടഡ് കഴിഞ്ഞിട്ട് 0 വേക്കൻസി. കാരണം അത് വിളിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. ഇപ്രാവശ്യം ഒന്നും 0 വേക്കൻസി ഇല്ല. അതുകൊണ്ട് അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളോ ഒന്നും ഇല്ല. നമുക്ക് അടുത്ത മൊത്തത്തിൽ ഈ ഇതിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ആ ടേബിളിലേക്ക് കിടക്കാം. നിങ്ങളുടെ എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ IPSPO കേരളത്തിൽ നിന്നുള്ളവർ വെക്കേണ്ടതെന്നുള്ള ഇതാണ് ഞാൻ പറയുന്നത്. അത് ഇത്രയും കാര്യങ്ങളെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടേബിൾ ഉണ്ടാക്കുന്നതെന്ന് ഓർക്കുക. നമ്മുടെ ഫൈനൽ സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നമ്മുടെ ഇതിലേക്ക്, അതായത് സെറ്റിംഗ് പ്രയോറിറ്റി സെറ്റ് ചെയ്ത് തരികയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, എന്ത് ബേസിലാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ആരുടെയെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാനും നിങ്ങളിപ്പോൾ പ്രാപ്തരായിരിക്കുന്നു. ആർക്കും തെറ്റിദ്ധാരണ വരാത്ത രീതിയിൽ പറഞ്ഞു കൊടുക്കുക. നമുക്ക് ആ പ്രിഫറൻസ് ഒന്ന് നോക്കാം. കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നവർ, ഞാൻ ഇപ്പോഴും പറയുന്നു, കേരളത്തിൽ കേരളക്കാർ അപ്ലൈ ചെയ്യുന്നവർ ഇതാണ് പ്രിഫറൻസ് വെക്കേണ്ടത്. അല്ല കേരളത്തിലല്ല, സോറി, IPSPO ഓൾ ഇന്ത്യ വേക്കൻസിയാണ്. എന്നാൽ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പ്രിഫറൻസാണ് വെക്കേണ്ടത്? നമ്മുടെ കേരളത്തിലെ റാങ്കും കേരളത്തിലെ ബ്രാഞ്ചുകളുടെ എണ്ണവുമാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. നോക്കുക, കാനറ ബാങ്ക് ഫസ്റ്റ് റാങ്കിലാണ് എപ്പോഴും. അതുമാത്രമല്ല കേരളത്തിലെ വേക്കൻസിയും കേരളത്തിൽ ബ്രാഞ്ചസും കൂടുതലുണ്ട്. കൂടുതൽ ബ്രാഞ്ചസ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. പക്ഷേ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് റിപ്പോർട്ടറാണ്, നമുക്കറിയില്ല. കാനറ
1000 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഷുവറായിട്ട് നിങ്ങൾ ആദ്യത്തെ പ്രയോറിറ്റി കാനറയ്ക്ക് കൊടുക്കുക. രണ്ടാമത്തെ പ്രയോറിറ്റി കേരളത്തിൽ 400 ഇഷ്ടം ബ്രാഞ്ചസ് ഉള്ള യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൊടുക്കുക. കാരണം കിട്ടിയാൽ ഇവിടെ കിട്ടാനുള്ള ചാൻസ് നിങ്ങൾക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് രണ്ടാമത്തെ നോട്ട് റിപ്പോർട്ടർ ആണെങ്കിലും അതിനകത്ത് വേക്കൻസി വരും. രണ്ടാമത്തെ പ്രിഫറൻസ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൊടുക്കുക. ബാങ്ക് ഓഫ് ബറോഡ തീർച്ചയായും 1000 വേക്കൻസി ഉണ്ട്. അതുപോലെ റാങ്കും മൂന്നാമതാണ്. കേരളത്തിൽ ബ്രാഞ്ചസും കൂടുതലാണ്, മൂന്നാമത്തേത്. 4 പഞ്ചാബ് നാഷണൽ ബാങ്ക് 200, നാലാമത്തെ പ്രിഫറൻസ് കൊടുക്കുക. നിങ്ങൾക്ക് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, 5ാമത്തെ പ്രിഫറൻസ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് തിരിച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇന്ത്യൻ ബാങ്ക് വിളിക്കാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇന്ത്യൻ ബാങ്കിൻ്റെ ബ്രാഞ്ചസ് കൂടുതലും തമിഴ്നാട്ടിലായതുകൊണ്ട് അവിടെ കിട്ടാനായിരിക്കും ചാൻസ് കൂടുതൽ. പക്ഷേ 200 കൂടുതലായിരിക്കും വേക്കൻസി. അത് ഞാനിപ്പോഴേ പറയാം. അപ്പോൾ അത് 4ൽ വെച്ചാലും കുഴപ്പമില്ല. ഇത് 4ഉം 5ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതാണ് പ്രാധാന്യം. നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടണം, അതാണ് പ്രാധാന്യം. ദെൻ 5ാമതേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും ബാങ്ക് ഓഫ് ഇന്ത്യ നല്ലൊരു ബാങ്കാണ്. 700 വേക്കൻസി നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും ഞാനൊന്നും പറയില്ല. കാരണം 6ഉം 7ഉം നല്ല സ്ട്രോങ് ആണ്. അവർ അൺസർട്ടൻറ്റി ബാങ്കാണെങ്കിൽ പോലും ഇതുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യ 6 വെച്ചാലോ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 6 വെച്ചാലോ കുഴപ്പമില്ല. അതിനാണ് അവർ 6ഉം 7ഉം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് സെൻട്രൽ ബാങ്ക് 500 വേക്കൻസി തീർച്ചയായും അത് 8ാമത്തെ സ്ഥാനത്തിലേക്ക് വരികയും ചെയ്യും. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് 450 വേക്കൻസിയുമായി 9ാം സ്ഥാനത്ത്. യുക്കോ ബാങ്ക് ഞാൻ പറഞ്ഞു റാങ്ക് ബേസിലാണ് ഞാൻ ചെയ്തത്. നോട്ട് റിപ്പോർട്ട് നിങ്ങൾ അങ്ങനെ തന്നെ വെച്ചാൽ മതി. 10ാമത്. ലാസ്റ്റ് മാത്രം പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് വെക്കുക. കാരണം അത് അത്രയും അൺസർട്ടൺ ആയിട്ടുള്ള ബാങ്കായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. 11ാം സ്ഥാനം പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിന് കൊടുക്കുക. ആകെ 4 ബ്രാഞ്ചസ് മാത്രമേ കേരളത്തിലുള്ളൂ. അപ്പോൾ അത്രയും ലോ റാങ്കിലേക്ക് പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് കിട്ടൂ. എന്നാൽ നിങ്ങൾ വേക്കൻസികൾ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ പ്രയോറിറ്റി വെക്കുന്ന പഞ്ചാബ് ആൻഡ് സിന്ധ് വെച്ചാലുള്ള കുഴപ്പം നിങ്ങൾക്ക് ആദ്യം അത് കിട്ടും. പിന്നാണ് നിങ്ങളുടെ കഷ്ടകാലം തുടങ്ങുന്നത്. അപ്പോൾ ഈ പ്രിഫറൻസ് വെച്ച് നിങ്ങളത് സെറ്റാക്കുക. നിങ്ങളുടെ IPSPO ഇനി ഏത് കാലത്തെ IPSPO ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജൂനിയേഴ്സിന് പറഞ്ഞു കൊടുക്കാനും പറ്റും. നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാനും പറ്റും. ഇതെല്ലാ പ്രാവശ്യവും ഇത് ബാധകമാണ്. നമ്മൾ ഇന്നത്തെ വേക്കൻസി വെച്ചിട്ട് ഞാൻ ചെയ്തതന്നേ ഉള്ളൂ. അടുത്ത വർഷത്തെ വേക്കൻസി വരുമ്പോൾ ഇതേ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും. ഇതിന് മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല, അത് ഓർക്കുക അതിനകത്ത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള അറിവാണ് നിങ്ങൾക്ക് പകർന്നു തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സെഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ളവർക്ക് കൂടെ അത് പകർന്നു കൊടുക്കുക അതിനകത്ത്. അപ്പോൾ നിങ്ങൾ കണ്ടു എങ്ങനെയാണൊരു IPSPOയ്ക്ക് ബാങ്ക് പ്രിഫറൻസ് സെറ്റ് ചെയ്യേണ്ടതെന്ന്. IPS ക്ലർക്ക് വരുമ്പോഴും ഏകദേശം ഇത്. അപ്പോൾ നമുക്ക് ക്ലർക്ക് ആകുമ്പോൾ സ്റ്റേറ്റ് വൈസ് വരും. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് സ്റ്റേറ്റ് വൈസ് വേക്കൻസി നോക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോഴും ബാങ്കിൻ്റെ ഇത് പ്രിഫറൻസ് എപ്പോഴും ഈ ബാങ്കുകൾ ഈ കാറ്റഗറി നോക്കി, ഇല്ല ഞാൻ തന്ന ആ നിബന്ധനകൾ നോക്കി നിങ്ങൾ ചെയ്താൽ എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഏത് വർഷവും ഇത് ബാധകമാണ്. നിങ്ങൾ അടുത്ത വർഷം ജസ്റ്റ് വേക്കൻസി മാത്രം നോക്കിയാൽ മതി. വേക്കൻസി മാത്രമേ മാറത്തുള്ളൂ. ഈ ബാങ്കുകളുടെ സ്റ്റാറ്റസുകളൊന്നും മാറില്ല. അതെപ്പോഴും നോക്കുക. ഇനി ആരെങ്കിലുമൊക്കെ മേർജ് ചെയ്യാനുണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്ക് 10 ബാങ്കായിട്ടും 9 ബാങ്കായിട്ടും ഒക്കെ കാണാൻ പറ്റും. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. എന്നാൽ മേജർ ബാങ്കുകൾക്ക് യാതൊരു മാറ്റവും വരില്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറി. അത് നിങ്ങൾ ഓർക്കുക. ഇനിയുള്ള കാലങ്ങളെങ്കിലും ആ ഒരു കുട്ടിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ. കാരണം പല കുട്ടികളും വന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അവരുടെ വിഷമം ഞങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ കയറാതിരിക്കാൻ പറ്റുമോ? അതുമില്ല. കാരണം അവരുടെ ഒരു ജോലിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോയുമായി മുന്നോട്ട് വന്നത്. ആർക്കും കോമ്പസിയനാകട്ടെ, ബാങ്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആർക്കും അങ്ങനത്തെ ഒരു ഇത് വരാതിരിക്കട്ടെ. നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുക്കൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. SBIയും 14-ാം തീയതി ലാസ്റ്റ് ഡേറ്റാണ്. IPSഉം 21-ാം തീയതി ലാസ്റ്റ് ഡേറ്റാണ്. അപ്ലൈ ചെയ്യുക. ഇതൊക്കെ നോക്കി അപ്ലൈ ചെയ്യുക. അതിനായി വർക്ക് ചെയ്യുക. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കണമെങ്കിൽ അത് നിങ്ങൾ തന്നെ വിചാരിക്കണം. വേറെ ആരും നിങ്ങളുടെ കൂടെ വരില്ല എന്ന് ഓർക്കുക. വർക്ക് പിന്നെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. വിശ്രമമില്ലാതെ വർക്ക് ചെയ്യുക. നമ്മളത് നേടിയെടുത്തിട്ട് മാത്രം വിശ്രമിക്കുക. നിങ്ങളുടെ കൂടെ വിശ്രമമില്ലാതെ വർക്ക് ചെയ്യാൻ ഞങ്ങളെപ്പോഴും കൂടെയുണ്ട്. കോമ്പസ് എപ്പോഴും നിങ്ങളുടെ കൂടെ കാണും. ദിശ അറിയാതെ പോകുന്ന കുട്ടികൾക്ക് ദിശ കാണിച്ചു കൊടുക്കാൻ എപ്പോഴും ഞാനും എൻ്റെ കൂട്ടാളികളും കാണും. അപ്പോൾ ഇനിയും നമ്മൾ കാണുന്നവരെ സലാം, വണക്കം.